ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ ബാത്തു കേവ്സിലാണുള്ളത്. നമ്മുടെ ഫേമസ് ആയ മുരുകൻ ടെമ്പിളിൻ്റെ അവിടെയാണുള്ളത്. 272 സ്റ്റെപ്പ് ഉണ്ട് കയറാൻ വേണ്ടിയിട്ട് നമുക്ക്. അപ്പോൾ അതൊക്കെ കയറാൻ പോവാണ്. നമ്മൾ രാവിലെ നേരത്തെ ഒരു 7 മണിയാകുമ്പോൾ എണീറ്റു, ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അത് കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്നൊരു 20 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് 20 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് ഇങ്ങോട്ട്. അതായത് കയറാൻ പോകണം. ചലഞ്ച് റെഡി അല്ലേ? സിദ്ദീഖ് 272 സ്റ്റെപ്പ് കയറാൻ റെഡി അല്ലേ? റെഡിയാണ്. അനു അറിയ റെഡി? എന്താ നീ റെഡിയാണോ? അല്ലേ കണ്ട സിദ്ധിയൊക്കെ സ്റ്റെപ്പുകൾ കയറിയിട്ട് നൈസർ എക്സ്പീരിയൻസ് ആയില്ലേ? അടിപൊളി. അനു ഇപ്പൊ അതെ എല്ലാം ഉണ്ടായിരുന്നു. മുരുകനെ കാണാം, പാമ്പും. അത് ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു സ്നേഹം. അതായത് ആൾക്കാരത് ടെമ്പിളിലൊക്കെ ഉണ്ടാവും, നമ്മള് മൂവിയിലൊക്കെ കണ്ടിട്ടില്ലേ? Every night are we paradise seems so far away. Still I try to buy myself some time to get me to that place. All I want is you. Staying up till we want to. Tell you what I bet that we could see it new. I wanna let you nothing to lose. Let's go all our ways away. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, ബാത്തു കേവ്സിൽ നിന്ന് ഇറങ്ങി. സംഭവം വെറുത്തായിരുന്നു. 272 സ്റ്റെപ്പ് കയറേണ്ട ഒരു മടി ഉണ്ടായിരുന്നു. പക്ഷെ അത് കയറി കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ വേറെ തന്നെ ഒരു അനുഭവമായിരുന്നു. പിന്നെ അതിനുള്ളിൽ മുരുകൻ ടെമ്പിളാണ് ആക്ച്വലി. അതിനുള്ളിൽ തന്നെ വേറെ മുരുകൻ ടെമ്പിളും ഹനുമാൻ ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹനുമാൻ ടെമ്പിളിന് പ്രത്യേക എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ ഫ്രീ ആണ്. നമ്മൾ ആ സ്റ്റെപ്പ് കയറുന്നതും ഒക്കെ എന്താ പറയുക, വേറെ ഒരു ഇപ്പോൾ നമ്മളൊഴിച്ച് വേറെ ഫോറിനേഴ്സ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ നോൺ സ്പീക്കിംഗ് കൺട്രീസിൽ നിന്ന് ആൾക്കാർ വരികയാണെങ്കിൽ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ നിന്ന് വരികയാണെങ്കിൽ അവർക്ക് ഒരു പ്രത്യേക അനുഭവമായിരിക്കും. കാരണം അവരിതൊന്നും അങ്ങനെ കണ്ട് ശീലമില്ലാത്തതാണ്. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല വഴിക്ക് പോയിട്ടും ഇങ്ങനത്തെ ഓരോ ക്ഷേത്രങ്ങളും പിന്നെ അമ്പലങ്ങളും എല്ലാം കണ്ട് വളർന്നു വന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇതൊരു സ്പെഷ്യൽ എന്താ പറയുക എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പം നമ്മളുള്ളത് കേബിൾ കാറിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കേബിൾ കാറിൽ പോവാണ്. വരുന്ന വഴി അടിപൊളിയായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ ഒരു മോളിലാണ് എന്നുള്ളത്. ഈ മോളിൻ്റെ 4th ഫ്ലോറിലാണ് കേബിൾ കാറിൻ്റെ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. Are you guys excited? Yes.
I know that it takes two to please. Tell me, baby, what do you say? 'Cause we were just friends, and now it's something far over. And I bet that we could find a way closer. Never wanted to, but all of this in your head. നമ്മുടെ ഫസ്റ്റ് കേബിൾ കാറിന് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. എന്ത് ടെമ്പിളാണ്? ചൈനീസ് ടെമ്പിളാണ്. ചിൻസുയി ചൈനീസ് ടെമ്പിൾക്കാണ് നമ്മൾ ഫസ്റ്റ്. നല്ല കോടുണ്ട്, നല്ല വൈബാണ് കാണാൻ. അപ്പോൾ പുറത്തെ കാഴ്ച ഓക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട്? അടിപൊളിയായി. വേറെ ഒന്നും പറയാലോ എനിക്ക്. അതെ, അയ്യോ സോറി. അനു, എന്താണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു സ്ഥലത്തെ പറ്റിയിട്ട്? അമേസിങ്. ഓക്കെ. എങ്ങനെയുണ്ട്? ഇത് അടിപൊളിയായിട്ടുണ്ട്. മലേഷ്യയിൽ ഇന്നലെ വന്നപ്പോ ഫുൾ വെയിലായിരുന്നു. അതെ, ഇവിടെ വന്നപ്പോ നേരെ ഓപ്പോസിറ്റ്. മഴ ഉണ്ട്, മഞ്ഞുണ്ട്, എല്ലാം ഉണ്ട്. വന്നിട്ട് ഇപ്പൊ സാധനങ്ങളൊന്നും കാണാൻ, ടെമ്പിൾസ് ഒന്നും ശരിക്കും പോലെ കാണാൻ തന്നെ പറ്റുന്നു. മെസ്മറൈസിങ്, അടിപൊളി, ഭയങ്കര വൈബ് സ്ഥലം, ഭയങ്കര മഞ്ഞ്. ഈ പറഞ്ഞതുപോലെ നമ്മൾ ഫസ്റ്റ് ഡേ ഇവിടെ വന്നപ്പോൾ പൊരിഞ്ഞ വെയിലായിരുന്നു. അപ്പോൾ ഞാൻ ആയിരിക്കും വാവ്, ഇതാണ് ചിങ്സി സ്വാമികൾ. ഇതാണ് ചിങ്സി സ്വാമികൾ. കാണിച്ചു തരാം. അയ്യോ ഉള്ളിലോ സത്യം പറഞ്ഞാൽ ഇവിടെ കുറേ, എനിക്ക് തോന്നുന്നു അതിൻ്റെ കളർ വെർഷനാ തോന്നുന്നു ഈ സ്വാമി. ഇത് കണ്ടിട്ട് ബുദ്ധനാന്ന് തോന്നുന്നു. ആ അതെ, പക്ഷേ അതിൻ്റെ കളർ വെർഷനാന്ന് തോന്നുന്നു. ഏതായാലും തെറ്റാതിരിക്കട്ടെ, ഇതിലൊന്നും നമുക്ക് ചിങ്സി സ്വാമികളായിട്ട് ഇതാക്കാം. അപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ ഇവിടെ ഫസ്റ്റ് ഡേ വരുമ്പോൾ ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ഫുൾ വെയിലിൽ പോകും, ടാൻ അടിച്ച് പോകുന്നൊക്കെ. പക്ഷേ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ നമുക്ക് എല്ലാ ക്ലൈമറ്റും കിട്ടി. നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ നമുക്ക് വെയിൽ, മഴ എല്ലാം കിട്ടി. പക്ഷെ ഇവിടെ വന്നപ്പോൾ മഞ്ഞാണ്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര വൈബ് പ്ലേസാണ്. എന്താ പറയുക, എന്താ പറയുക, എൻജോയ് വായോ. ഗൈസ്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല, എനിക്കൊന്നും കാണുന്നില്ല. പക്ഷേ അവിടെ ഒരു വലിയൊരു ബുദ്ധപ്രതിമ ഉണ്ട്. എനിക്ക് അടുത്തേക്ക് പോകുമ്പോൾ കാണുന്നുണ്ട്. ഗൈസ്, അവർ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ചന്ദനത്തിരി കത്തിക്കുക, കുത്തനെ പിടിക്കുക. എന്തത്? നീ ചെയ്തത് പ്രശ്നമില്ല, പക്ഷെ ആ പറഞ്ഞത് ചിലപ്പോ പ്രശ്നവും. അപ്പൊ കൊറേ അടിക്കാൻ പാടില്ല, ഒരെണ്ണത്തിൽ ഒരു വിഷ് പറയാൻ പാടില്ല. അല്ല, അടിച്ചതിന് ശേഷം വിഷ്. ആ
അതാണ് സ്വീൻ ടെമ്പിൾ. ഒരു പോസ്റ്റർ ഉണ്ട് അവിടെ കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഉള്ള പ്രതിഷ്ഠകൾ അവരുടെ പേരും ഡീറ്റെയിൽസും സഹിതം അവര് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പം ഒരു പോസിറ്റീവ് വൈബ് ആയിരുന്നു, വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ തൊട്ട് മുന്നേ ഒരു മുരുകൻ ടെമ്പിൾ കണ്ടു, അതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടെമ്പിളാണ്, ഒരു ചൈനീസ് ടെമ്പിളാണ് ഇത്. പ്രത്യേകിച്ച് ഇപ്പോൾ ചൈനീസ് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഒരു 15 ദിവസം ആഘോഷിക്കും. ചൈനീസ് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ അവർ അതിന്റെ ചടങ്ങുകളും കാര്യങ്ങളും പ്രാർത്ഥനകളും എല്ലാം അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടെമ്പിൾ കാണുന്നതും അവിടുത്തെ എക്സ്പീരിയൻസും അവരുടെ ചടങ്ങുകളും കാര്യങ്ങളും അവരുടെ പ്രാർത്ഥനകളും അവരുടെ റിച്വൽസും എല്ലാം ആദ്യമായിട്ടാണ് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് വല്ലാത്തൊരു എന്താ പറയാ ഫീലായിരുന്നു. പിന്നെ നമ്മളും അതേപോലെ ആ ഒരു എന്താ പറയാ ഫ്ലോയിലാണ് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമ്മള് അടുത്ത സ്പോട്ടിലേക്കാണ് പോണത്, വീണ്ടും മേലോട്ടാണ് പോകുന്നത്. അപ്പൊ എന്താ അവിടുത്തെ കാഴ്ചകൾ എന്താ? അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഫുഡ് കഴിക്കലാണ്. അപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഷോപ്പിങ്ങും പരിപാടിയൊക്കെയാണ്. താഴെയാണ് എന്തുള്ളത്, നമ്മുടെ ഔട്ട്ഡോർ ഇൻഡോർ ഗെയിംസ് ഒക്കെ ഉള്ളത്. ഇനി താഴെ ഒരുപാട് ഫ്ലോറുകളുണ്ട്. ഇത് ഓൾറെഡി ടോപ്പിലാണ് നിൽക്കുന്നത്, അതിൻ്റെ ടോപ്പിലാണ് നമ്മൾ കയറിക്കുന്നത്. അപ്പോൾ ആദ്യം ഫുഡ് കഴിക്കുക, വിശക്കുന്നുണ്ട്. ഇവിടെ സമയം ഏകദേശം 2 മണിയായി. അപ്പോൾ നമ്മൾ ആദ്യം ഫുഡ് കഴിക്കുക, ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടി. Something far over, and I bet that we could find a way closer. Never wanted to put all of this in your head, but I can't see ബക്കലാവയുടെ വെർഷനാണ്. എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ബക്കലാവ. ഇത് ബക്കലാവല്ലോ, ചീസാണ്. ന്യൂ ഇയർ ആയിട്ട് നമുക്ക് ആ ഷോപ്പിൽ നിന്ന് ഫ്രീ ഇത് ചെയ്യുന്നതൊക്കെയാണ്. ലുക്ക് ഹൗ ക്യൂട്ട് ഇറ്റ് ഈസ്. ഒരു കുതിരയാണ്, കുതിര ചൈനീസ് ഇതിനെ ഇതാക്കുന്ന. അതെ, ഞങ്ങൾക്ക് മാത്രമേ കിട്ടിയുള്ളൂ, ഇവിടെ കിട്ടാത്ത. ഇത് ഫങ്ഷനബിൾ സ്പൈഡർമാൻ ആക്ഷൻ ഫിഗറാണ്. ഇതിൻ്റെ കൂടെ ഇതൊക്കെ കിട്ടും, നമുക്ക് ഇങ്ങനെയൊക്കെ ആക്ഷൻ ചെയ്ത് വെക്കാം സ്റ്റാൻഡുമ്മ. അതേപോലെ അയൺമാൻ സിവിൽ വാർ വെർഷൻ മാർക്ക് 9 അതല്ലോ സ്യൂട്ട് എല്ലാം 149. നമ്മൾ ഇന്നലെ പോയി കൊടുത്തതിനായിട്ടും ചീപ്പാണ് ഇവിടെ വില കുറവ്. ആക്ച്വലി 149, അവിടെ ഇതിലും കൂടുതലായിരുന്നു. അതിലേക്ക് ലൈക്ക് ചെയ്തിരുന്നാൽ മതി. ഏറ്റവും താഴെ ഗ്രൗണ്ട്, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ വെർത്തായിരുന്നു എല്ലാവർക്കും. നമ്മൾ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടു. ഇന്ന് പോയതും എക്സ്പ്ലോർ ചെയ്തതും എക്സ്പീരിയൻസ് ചെയ്തതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തുകയാണ്. നമ്മൾ ഇനിയിപ്പോൾ രാത്രി എങ്ങനെയും പോകണമെങ്കിൽ നമ്മളാണ് നമ്മൾ നോക്കിയിട്ട് എവിടേക്കാണ് പോകേണ്ടത് പ്ലാൻ ചെയ്തിട്ട് മെല്ലെ പോകും. ഇപ്പോൾ നമ്മൾ കുറച്ച് ബക്കലാവ മേടിച്ചിട്ടുണ്ട്, വിച്ച് ഈസ് മൈ ഫേവറേറ്റ്. അപ്പോൾ നമ്മളിത് കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് മെല്ലെ രാത്രി ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ അപ്പോൾ നമ്മൾ നൈറ്റിന് ഇറങ്ങിയേക്കാണ്. ഇത് കോലാലംപൂരിലുള്ള ചൈന ടൗൺ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ ലൈറ്റ് പരിപാടീസ് അല്ല. ആൾക്കാർ വന്നു കച്ചവടം ചെയ്യുന്നു. ഫുഡ് ആയിക്കോട്ടെ, ഡ്രസ്സ് ആയിക്കോട്ടെ, അതൊക്കെ ഇവിടുത്തെ ഒരു ലോക്കൽ റേറ്റിൽ കൊടുക്കുന്നു. അതാണ് ഒരു എന്താ പറയുക, ചൈന ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലസ് പോലെയാണ്. ഇങ്ങോട്ട് സ്ട്രീറ്റ് അങ്ങനെ ഒരു പ്ലസ് പോലെ സ്ട്രീറ്റാണ്.
പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ലബു അപ്പാങ് എന്ന് പറഞ്ഞൊരു ഫുഡ് സ്ട്രീറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടാണ് അടുത്ത് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ മെക്ഡൊണാൾഡ്സിൽ വന്നിരിക്കുകയാണ്. ഈ ലബു അപ്പാങ് നമ്മൾ ഉദ്ദേശിച്ച മാതിരിയുള്ളൊരു ഫുഡ് സ്ട്രീറ്റ് അല്ല. ഇവിടെ അധികം KFC, ഡൊമിനോസ്, മെക്ഡൊണാൾഡ്സ് അങ്ങനത്തെ ഫ്രാഞ്ചൈസി ഫുഡ് ഷോപ്പുകളാണ്. അപ്പോൾ എന്തായാലും മെക്ഡയിൽ കയറാൻ വിചാരിച്ചു. നമ്മൾ ഉദ്ദേശിച്ച ഫുഡ് സ്ട്രീറ്റ് അല്ല, ഇന്നലത്തെ ബുക്കിംഗ് ബിൻതാങ്ങിൽ പോയ ഫുഡ് സ്ട്രീറ്റ് അല്ല, വേറൊരു ടൈപ്പാണ്. അപ്പോൾ എന്തായാലും 2 ബർഗറൊക്കെ അടിച്ചിട്ട് ഇവിടെ നിന്ന് സ്ഥലം വിടാം. ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളൊന്ന് ഓൾമോസ്റ്റ് എല്ലാ ടെമ്പിളും കവർ ചെയ്തു. മുരുകൻ്റെ ടെമ്പിൾ പോയി. അത് കഴിഞ്ഞിട്ട് അത് അടിപൊളിയായിരുന്നു. അതിൽ സ്റ്റെപ്പൊക്കെ കയറി കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. സ്റ്റെപ്പ് കയറിയുമ്പോഴും പകുതി ജീവൻ പോയി. പിന്നെ അവിടെ നമ്മൾ പോയത് നമ്മുടെ ചൈനീസ് ടെമ്പിൾ. അടിപൊളിയായിരുന്നു. അത് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ പോയി. ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു. അവിടുത്തെ മഴ കിട്ടി. മൊത്തത്തിൽ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനത്തെ ഒരു ടെമ്പിൾ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. അങ്ങനത്തെ ആൾക്കാർ, അവർ ചെയ്യുന്ന ആചാരങ്ങൾ എല്ലാം പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പറയൂ ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു? എന്ത് തോന്നി? ഇപ്പൊ ഇതുവരെ പോയതില് ഏറ്റവും അടിപൊളി സ്പോട്ട് ആയിരുന്നു. പിന്നെ ക്ലൈമറ്റും മഞ്ഞും മഴയും ഒക്കെ ഉണ്ടാകും. ഇവിടെ വന്നിട്ട് എല്ലാം വെയിലും കൊണ്ടു, മഴയും കൊണ്ടു, തണുപ്പും കൊണ്ടു അടിപൊളിയായിരുന്നു. ഓക്കെ, ഇപ്പം നാളെ നമ്മൾ പോകുന്നത് ബേർഡ് പാർക്കും അതേപോലെ അക്വാട്ടിക് പാർക്കിലേക്കാണ്. അത് രണ്ടാണ് മെയിനായിട്ടുള്ളൂ. അപ്പോൾ മറ്റന്നാൾ നമുക്ക് ഷോപ്പിംഗ് പരിപാടിയായിട്ട് നമുക്ക് 4 hours. അത് കഴിഞ്ഞ് മറ്റന്നാൾ നമ്മൾ മലേഷ്യ വിടും. അപ്പോൾ എന്തായാലും നാളത്തെ നോക്കാം. ഇന്നിപ്പോൾ ഈ ഡിന്നറോടുകൂടി ഇന്നത്തെ പരിപാടി നമ്മൾ കഴിഞ്ഞു. ഇനി നാളെ അടുത്ത പരിപാടി. I just want